പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ എന്നെ തൊടേണമേ നിൻ ശക്തിയാൽ ബലഹീനമാം ഈ മൺപാത്രത്തെ അത്യന്ത ശക്തിയാൽ നിറയ്ക്കണമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ കുറച്ച് മാത്രം വിശ്വസിക്കപ്പെടുന്നതും വളരെ കുറച്ച് മാത്രം പ്രസംഗിക്കപ്പെടുന്നതുമായ ഒരു വ്യക്തിയാണ് തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയല്ല, പിന്നെയോ ഒരു വ്യക്തിയാണ്. പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും സമത്വമുള്ള ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണതയും പരിശുദ്ധാത്മാവിൽ കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്യുകയുണ്ടായി. ആ വാഗ്ദത്തമാണ് യോവേൽ 2:28. അതിൻ്റെ ശേഷമോ, ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടതായി പ്രവൃത്തി 2:16 പത്രോസ് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്യുകയുണ്ടായി. യോഹന്നാൻ 16:17 യേശു പറയുന്നത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പ്രവൃത്തി 1:5 കർത്താവ് പറഞ്ഞിരിക്കുന്നു. യേശുവിന് തൻ്റെ പരസ്യ ശുശ്രൂഷ അവസാനിക്കാറായി എന്ന നിശ്ചയം ഉണ്ടായിരുന്നു. എന്നാൽ യേശു എല്ലായ്പ്പോഴും തങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന് ശിഷ്യന്മാർ കരുതി. ഈ സമയം ഇനി എന്ത് സംഭവിക്കും എന്ന് ശിഷ്യന്മാരെ ഗ്രഹിപ്പിക്കുക എന്നത് യേശുവിൻ്റെ ചിന്തയായിരുന്നു. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ മടങ്ങിപ്പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ 16:5. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. യോഹന്നാൻ 16:20. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് യേശു അവർക്ക് നൽകിയ വാഗ്ദത്വമായിരുന്നു. യേശു നൽകിയ വാഗ്ദത്വം എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നൽകും എന്നായിരുന്നു. ഈ വാഗ്ദത്വ നിവൃത്തിക്കായി കാത്തിരിക്കണം എന്ന് സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാരോട് കർത്താവ് പറയുകയും ചെയ്തു. ലൂക്കോസ് 24:49, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. പ്രവൃത്തി 1:4-5 വാക്യങ്ങൾ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോവുകയും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയും ചെയ്തു. ലൂക്കോസ് 24:52 വാക്യം, കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുകയും എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. പ്രവൃത്തി 2:1-4 വരെ. ദൈവത്തിൻ്റെ പുത്രനിൽ കൂടി വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് ആർക്കെങ്കിലും കുറേ പേർക്ക് മാത്രമല്ല കൊടുത്തത്. പ്രവൃത്തി 2:39 പറയുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദുരസ്ഥരായ എല്ലാവർക്കും ഉള്ളത് എന്ന്. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ ചില വ്യവസ്ഥകൾ നാം പാലിച്ച് മതിയാകൂ. 1. വിശ്വാസവും അനുസരണവും. വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന കർത്താവ് പറഞ്ഞത്, അതായത് കർത്താവ് പറഞ്ഞതിനെ വിശ്വസിച്ച് പൂർണ്ണമായി അനുസരിക്കണം. ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചു, പൂർണ്ണമായി അനുസരിച്ചു. അവർ കാത്തിരുന്നു. അതിൻ പ്രകാരം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരുടെ മേൽ ആവസിച്ചു.
ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. 2. പൂർണ്ണമായ സമർപ്പണം. പരിശുദ്ധാത്മാവ് ഒരു ജീവിതത്തിലേക്ക് വരുന്നത് ആ ജീവിതത്തിൻ്റെ മേൽ പൂർണ്ണമായി ആധിപത്യം ഉറപ്പിക്കുന്നതിനാണ്. നമുക്കിഷ്ടമുള്ളത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ചെയ്യിപ്പാനല്ല. പരിശുദ്ധാത്മാവ് ഇഷ്ടപ്പെടുന്നത് നമ്മെക്കൊണ്ട് ചെയ്യിക്കുക എന്നതാണ് ഉദ്ദേശം. പരിശുദ്ധാത്മാവിനെ കൊണ്ട് താൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യിക്കണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശിമോൻ. അപ്പോസ്തലന്മാർക്ക് ദ്രവ്യം കൊണ്ടുവന്ന് പറയുന്നത്, ഞാൻ ഒരുത്തിൻ്റെ മേൽ കൈവച്ചാൽ അവൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിപ്പാൻ തക്കവണ്ണം അധികാരം എനിക്കും തരണം. പ്രവൃത്തി 8:18-19. ദൈവത്തിൻ്റെ ആത്മാവിനെ വില കൊടുത്ത് വാങ്ങുവാൻ കഴിയില്ല. പിന്നെയോ ഈ ആത്മാവിനെ പ്രാപിപ്പാൻ പൂർണ്ണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. കർത്താവേ, പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസത്തോടെ പരിശുദ്ധാത്മദാനത്തിനായി കാത്തിരിപ്പാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. മുറിവേറ്റ കരം നൽകും ആശ്വാസം